ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി രസമാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു രസം മാത്രം മതി കഴിക്കാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ്. അതുമാത്രമല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് രസപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി ഞാൻ നേരത്തെ കഴുകി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകം വേണം. 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കുരുമുളക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മുഴുവനോടുള്ള മല്ലിയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ഇതുപോലെ ഒരു ചതയ്ക്കുന്ന പാത്രത്തിലോട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിയിൽ നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചതച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പം കുരുമുളകും നല്ല ജീരകം നിങ്ങൾക്ക് ഇങ്ങനെ ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നും വേണ്ട. ഇതെല്ലാം തന്നെ ഞാനിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ വലിയ പഴുത്ത തക്കാളി ഒരെണ്ണം എടുത്തിട്ട് ഈ പുളിയിലേക്ക് നന്നായിട്ടൊന്ന് ഞരടി പിടിപ്പിക്കുക. നല്ല കുഴമ്പ് പോലെ ആവണ്ട കേട്ടോ. ചെറിയ ചെറിയ പീസുകളൊക്കെ ഇരുന്നോട്ടെ, എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുക പുളിയിലിട്ടിട്ട്. അപ്പോൾ ഇതും ഒന്ന് ഞരടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം പൊടികൾ ചേർക്കാതെ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഫ്ലേവർ ഉള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് അത്ര ഫ്ലേവർ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഇടിച്ചു വെച്ച മല്ലി, നല്ല ജീരകം, കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിയില കുറേ ചേർത്താൽ ഈ രസത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടുമ്പോൾ നന്നായിട്ട് തന്നെ മല്ലിയില ചേർക്കാറുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളിയും തക്കാളിയും കൂടെ ഉടച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് തക്കാളി കണ്ടല്ലോ, ഇതിൽ കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് രസത്തിന് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ തക്കാളി അങ്ങനെ തന്നെ ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ നമുക്കിങ്ങനെ ഉടച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇതൊന്ന് വെന്ത് പാകത്തിനായി വരട്ടെ. അപ്പോൾ ഈ രസം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടി ഒന്ന് ചെറുതായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് പതിച്ച് പുറത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായി മൂടി വെക്കുക. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ തക്കാളിയും അതിൽ ചേർത്ത് കൊടുത്ത ഇലകളും എല്ലാം ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല രസത്തിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രസം നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ രസം കുറച്ച് കട്ടിയിലാട്ടോ ഉണ്ടാക്കിയെടുത്തത്. കാരണം ഞാൻ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ രസം മാത്രം ഒഴിച്ച് കഴിക്കാനുള്ളൊരു കൊതിയുണ്ട്. രസം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം പോലെ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനൊരു പൂതി വരുമ്പോൾ ഇങ്ങനെ രസം മാത്രം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു രസം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറും കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.